ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ കുഞ്ഞിപ്പോൾ എണീറ്റുണ്ടാവുള്ള പ്ലേ ടൈമാണ് ഇത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ തമ്മനയിൽ കണ്ട പോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ എനിക്കുണ്ടായിരുന്ന പെട്ടെന്നുണ്ടായ വെയിറ്റ് ഗെയിനും പിന്നെ ഞാനതിങ്ങനെ കുറച്ചു എന്നൊക്കെ ഉള്ള വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് വോമിറ്റിങ്. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഒരുപാട് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ കഴിച്ചത് ശരീരത്തിൽ ആ സമയത്ത് പിടിക്കാണ്ടിരുന്നത് എന്നൊക്കെ, പിന്നീട് അതുകൊണ്ടാണോ പിന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയെന്നൊക്കെ, അതും ഒരു ഫാക്ടറാണ്. എൻ്റെ പ്രഗ്നൻസി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വോമിറ്റിംഗ് ആയിരുന്നു. എനിക്കത് ആലോചിക്കാനേ താല്പര്യമില്ലാത്തൊരു സമയമായിരുന്നു. കാരണം എൻ്റെ ലേബർ ഡേ വരെ എനിക്ക് എന്താ പറയുക, ആ ഒരു ദിവസം രാവിലെ വരെ എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 4 മാസം വരെ എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഛർദ്ദിക്കുന്ന ഒരു ഞാനായിരുന്നു ഞാൻ. പക്ഷേ 5-ാം മാസത്തിലേക്ക് കടന്നപ്പോൾ ആ ഛർദ്ദി ഉച്ച വരെയായിട്ട് ചുരുങ്ങി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ രാവിലെ മാത്രമായിരുന്നു ഛർദ്ദി. അങ്ങനെ എൻ്റെ 9-ാമത്തെ മാസം കടന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. രാവിലെ വരെ, ഞാൻ പ്രസവത്തിൻ്റെ അന്ന് വരെ ഞാൻ ഛർദ്ദിച്ചിരുന്നു. ഇതാണ് എൻ്റെ ആ ഒരു സമയത്തെ ജേർണി എന്ന് പറയുന്നത്. അപ്പം 4 മാസം എന്ത് കഴിച്ചാലും എൻ്റെ വയറ്റിൽ പിടിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ച് അവർ ഛർദ്ദിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. അപ്പം ഞാനതിനെ കുറിച്ചിട്ടുള്ള ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു 7 മാസമുള്ള സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു 7 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വെയിറ്റ് കൂടി തുടങ്ങിയത്. അതായത് ശരീരത്തിൽ പിടിച്ചു തുടങ്ങി. കാരണം ഭക്ഷണം കഴിക്കുന്നതൊക്കെ പിടിച്ചു തുടങ്ങി. നമുക്ക് പല വിധത്തിലുള്ള ക്രേവിങ്സും ഉണ്ടാവുമല്ലോ പ്രഗ്നൻസി സ്റ്റേജിൽ. അപ്പം ഞാൻ ആദ്യമേ എടുത്തൊരു തീരുമാനമായിരുന്നു, എന്നെ സംബന്ധിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വരെ വണ്ണം വെക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് നമ്മുടെ അടുത്ത് കുറേ പേര് പറയുമല്ലോ, നീ കല്യാണം കഴിഞ്ഞൊരു കൊച്ചാകുമ്പോഴേക്കും ഭയങ്കര വണ്ണവും എന്നൊക്കെ. അപ്പം ആദ്യമേ ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇല്ല അങ്ങനെ ചക്ക പോലെ ആവാൻ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സമയത്ത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എനിക്കറിയാവുന്ന ഒരു ആയുർവേദ ഡോക്ടറുണ്ട് നാട്ടിൽ, ഡോക്ടർ ശ്രീജ പിള്ളൈ. ഞാൻ പ്രസവരക്ഷയുടെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിച്ചു വരി ഒരുപാട് പ്രസവരക്ഷയുടെ മരുന്ന് കഴിച്ചതുകൊണ്ട് നിങ്ങളൊന്നും ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആദ്യം എന്നെ സംബന്ധിച്ച് എന്നെ വ്യക്തിപരമായിട്ട് ഡോക്ടർക്ക് അറിയാം. ഓക്കെ, ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള പ്രസവരക്ഷ മരുന്ന് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ബോഡി ടൈപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആപ്റ്റായിട്ടുള്ള മെഡിസിൻസ് ആണ് ഡോക്ടർ മമ്മിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിരുന്നൊരു സംഭവമാണ്. പിന്നെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് ടിപ്സും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലോട്ട് വരാം. അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് 7 മാസം തൊട്ട് നമുക്ക് വെയിറ്റ് കൂടി തുടങ്ങി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡയറ്റ് ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഡയറ്റ് ചാർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡയറ്റ് ചാർട്ടിലുണ്ട് നമ്മൾ ഒരു ദിവസം എത്ര ഭക്ഷണം കഴിക്കണം. പ്രഗ്നൻ്റ് 7 മാസം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എത്ര ഭക്ഷണം കഴിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനത്തെ ഫുഡാണ് 7 മന്ത് ഓൺവേർഡ്സ് കഴിക്കേണ്ടത്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തൊട്ടേ നമ്മൾ അയേൺ റിച്ച് പ്രോട്ടീനുള്ള ഫുഡുകൾ വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതൊക്കെ നിങ്ങളുടെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 7 മാസം എനിക്ക് എന്താണെന്ന് വെച്ചാൽ 7 മാസം കഴിഞ്ഞപ്പോഴാണ് വെയിറ്റൊക്കെ അത്യാവശ്യം വെച്ച് തുടങ്ങിയത്. കുഞ്ഞിൻ്റെ വെയിറ്റും അങ്ങനെ എല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു പ്രസവം ആ ഒരു ടൈം എത്തിയപ്പോഴത്തേനും എൻ്റെ പ്രസവത്തിൻ്റെ തലേ ദിവസം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വെയിറ്റ്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു മൊത്തം എല്ലാം കൂടി അങ്ങോട്ട് ഒരു 13-14 കിലോ ഞാൻ കൂടി. അത് എന്നെ തളർത്തി, രാമൻകുട്ടി തളർത്തി. കാരണം ഇത്രയും വെയിറ്റ് ഞാൻ എങ്ങനെ കുറയ്ക്കും. പക്ഷെ കാഴ്ചയിൽ എനിക്ക് അങ്ങനെ വലിയ വെയിറ്റൊന്നും തോന്നില്ലെങ്കിലും പക്ഷേ എൻ്റെ ഈ ഫേസൊക്കെ ഭയങ്കര എന്താ പറയുക, എനിക്ക് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. ഭയങ്കര ഡബിൾ ചിന്നൊക്കെ ആയി തുടങ്ങി, അങ്ങനെ കുറേ ഇതൊക്കെ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ പിന്നെ സങ്കടപ്പെടാൻ അധികം സമയം വേണ്ടി വന്നില്ല. പിറ്റേ ദിവസം രാവിലെ എനിക്ക് വാട്ടർ ബ്രേക്കേജ് വന്ന് ഞാൻ പ്രസവിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ 7 മാസം വെച്ച് നമുക്ക് പിടിക്കാം. 7 മാസം കൊണ്ടാണ് ഞാൻ വെയിറ്റ് ഇത്രയും കൂടിയത്. പിന്നെ മമ്മി വന്നത് എൻ്റെ പ്രസവത്തിന് ഒരാഴ്ച മുമ്പാണ് മമ്മി വന്നത്. മമ്മി വന്നപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് അതിൻ്റെ വെയിറ്റും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ
അപ്പോൾ ആ ഒരു ആഴ്ച മാത്രമാണ് ശരിക്കും ഞാൻ മധുര പലഹാരങ്ങൾ അധികം കഴിച്ചത്. ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഞാൻ മാക്സിമം ഈ ഒരു സ്റ്റേജിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. പക്ഷെ എനിക്ക് ആ ഒരാഴ്ച എന്ന് പറയുന്നത് ഇത്ര നാൾ ഞാൻ പിടിച്ചു നിന്നില്ലേ. അപ്പോൾ മമ്മി വന്ന് കൊണ്ടുവന്നപ്പോൾ എനിക്ക് വലിയ ഇതൊന്നുമല്ല, ഉണ്ണിയപ്പൊക്കെ ഞാൻ അങ്ങനെ കഴിച്ചിരുന്നു അങ്ങനെ. അപ്പോൾ ഇതാണ് വെയിറ്റ് കൂടാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ വർക്കൗട്ട് ഒന്നും ആ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് നടക്കാൻ പോവല്ലേ, അതായത് നോർമൽ ഡെലിവറി ആവാനുള്ള നടത്തം നല്ലൊരു എക്സസൈസാണ്, അതുകൊണ്ട് തന്നെ അത് ചെയ്യാറുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു വർക്കൗട്ട് റിക്സിൻ്റെ കൂടെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒക്കെ ആയിട്ടാണ് വർക്കൗട്ട് എന്ന് പറയാനായിട്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ യോഗ അങ്ങനെയൊക്കെയാണ് പിന്നെ അങ്ങനെ പോയത്. പിന്നെ പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ തന്നെ കുറേ നമുക്ക് ആ ഒരു സമയത്ത് ഒരു ക്ഷീണമൊക്കെ വരുമല്ലോ, അങ്ങനെയും ഒരു ക്ഷീണം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് ഒരു മൊത്തത്തിൽ ഞാൻ ക്ഷീണിക്കാൻ തുടങ്ങി. എന്താ കാര്യം എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഭക്ഷണത്തിനോട് ഒരു അരോചകം പോലെ, എന്താണെന്നറിയില്ല. എൻ്റെ ഈ പ്രസവം കഴിഞ്ഞ പിന്നെ എനിക്ക് ഭക്ഷണം ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നുന്നില്ല, ഫുഡ് അധികം കഴിക്കാൻ തോന്നുന്നില്ല. അതാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫുഡൊക്കെ, കുഞ്ഞിൻ്റെ 28 കഴിഞ്ഞപ്പോഴാണ് ഫുഡൊക്കെ എനിക്ക് കഴിക്കാനായിട്ടുള്ളൊരു പ്രേരണ വന്നു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഈ ഒരു ആയുർവേദ ഡോക്ടർ പ്രസവരക്ഷയുടെ 14 ദിവസം എൻ്റെ പ്രസവരക്ഷ എടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അതിൽ ഒഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നത് എല്ലാം മമ്മിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് മമ്മി ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. ആ സമയത്ത് മമ്മീനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവരക്ഷയുടെ മരുന്നുകൾ നമുക്ക് ഉള്ളിലോട്ടുള്ള മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങിയതും അങ്ങനെ അതിൽ പല ഗുളികകളും ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒരു ഘടകം തന്നെയാണ്. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം, രാവിലെ എല്ലാ ദിവസവും ഇപ്പം എനിക്ക് പ്രസവം കഴിഞ്ഞപ്പോഴേക്കും ഓവറായിട്ട് വയറ് ചാട്ടില്ല, പക്ഷെ എനിക്ക് ലോയിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും എണീക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞാൻ കൂടെ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എണീറ്റ വഴിക്ക് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ജീരക വെള്ളം, അതായത് ജീരകട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. വയറ് കുറയാനും നമ്മുടെ അതുപോലെ തന്നെ ദഹന പ്രക്രിയയ്ക്കും എല്ലാത്തിനും വളരെയധികം നല്ലതാണ്. അത് ഞാൻ എല്ലാ ദിവസവും ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യം. അത് മാത്രമല്ല, നമ്മൾ എണീക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അത് എത്രയാന്ന് ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് വേറെ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ്. പിന്നെയെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചിയ സീഡ്. അത് ഞാൻ കല്യാണത്തിന് മുമ്പും ചെയ്തിരുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ വെറും വയറ്റിൽ ഫ്ലാക്സ് സീഡോ അല്ലെങ്കിൽ ചിയ സീഡോ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡോ ചിയ സീഡോ നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്നതും നല്ലത് തന്നെയാണ്. അത് കുടിക്കുന്ന സമയത്ത് അതിൽ ഇച്ചിരി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കഴിഞ്ഞാലും അതും വയറൊക്കെ നല്ലപോലെ ഉള്ളിലോട്ട് പോകാനും ബെസ്റ്റ് മെഡിസിൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ മാറി മാറി പരീക്ഷിക്കാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഓവറായിട്ടുള്ള സംഭവങ്ങൾ കുറച്ചു. പിന്നെ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഇവിടെ പൊതുവേ നമ്മളത് മേടിക്കാറില്ല. ഞാനൊരു 5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ, ഇപ്പോൾ ഉണ്ണിക്ക് ഒരു 6 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ യോഗ പോലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എക്സസൈസുകളൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പം ഞാൻ ജോഗിങ് ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു സൂംബ വർക്കൗട്ട്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് അഭിപ്രായം ചോദിച്ചാൽ മാത്രം ശേഷം നിങ്ങൾ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ അത് ചെയ്തു വരുന്നുണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ട് ആഫ്റ്റർ ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വർക്കൗട്ട്സ്, ബോഡിക്ക് അധികം ഭാരം കൊടുക്കാത്ത വർക്കൗട്ട്സ് ആണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ യോഗയാണ് ഏറ്റവും കംഫർട്ടബിൾ, അല്ലെങ്കിൽ നടക്കാൻ പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. ഈ പറഞ്ഞ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഷുഗർ ഒരുപാടുള്ള സാധനങ്ങൾ നിർത്തുക, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്. എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം, പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസം നെയ്യ് ഒരുപാടുള്ള ഭക്ഷണങ്ങളും മധുരം അധികം ഉള്ള ഭക്ഷണങ്ങളും കഴിക്കൽ നിർത്തിയിട്ട്, അതുപോലെ തന്നെ റെഡ് മീറ്റ് അത് ഒരുപാട് കഴിക്കുന്നതും നിർത്തണം. കാരണം ഇതൊക്കെ നമുക്ക് ഓവർ ഫാറ്റ്, പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് ഗെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതിൽ മുടങ്ങാണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ പറഞ്ഞതാണ്. ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ജീരക വെള്ളം കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചിയ സീഡോ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡോ
നമ്മൾ രാവിലെ ഒരു ടൈമിൽ നമ്മൾ കുടിക്കുന്നത് നല്ലതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കാണ് ഫ്ലാക്സ് സീഡ്. ഇത് നമ്മുടെ മുതിര ഉണ്ടല്ലോ, മുതിര പോലെയാണ് അതിരിക്കുക. അപ്പോൾ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പൊടിച്ചിങ്ങനെ ബോട്ടിലാക്കി വെക്കാറുണ്ട്. ഇതല്ലെങ്കിൽ ചിയ സീഡ്, എനിക്ക് തോന്നുന്നു കമ്പയർ ടു ചിയ സീഡ് ഫ്ലാക്സ് സീഡാണ് കുറച്ചും കൂടി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നാട്ടിലെ ഡയറ്റീഷ്യനെ ഞാൻ ആദ്യമേ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഏതാണ് ഏറ്റവും നല്ലത്, ഫ്ലാക്സ് സീഡാണോ ചിയ സീഡാണോ എന്ന്. രണ്ടിനും ഒരേ എഫക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ വാങ്ങിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പകുതി വെയിറ്റ് കുറയും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാളെ ആവട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുകയുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, പക്ഷേ ഞാൻ എല്ലാം കഴിക്കാറുണ്ട്. എല്ലാം കഴിക്കുമ്പോഴും നമ്മൾ എപ്പോഴും ഒരു ലിമിറ്റ് വെക്കുക. ഫുഡ് നിങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ഒരു നല്ല ഡയറ്റീഷ്യനെ കണ്ടിട്ട് എങ്ങനെയാണ് ഫുഡ് ചാർട്ടും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഫ്റ്റർ ഡെലിവറി ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആവുന്നത് എനിക്ക് മെമ്മറിയിൽ ഞാൻ അപ്പോഴേ കൊണ്ടുപോയിട്ടു. അതുകൊണ്ടാണ് ഞാനിതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് തന്നെ അറിയാം, കാരണം എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലേ വണ്ണം വെക്കുന്നവരുണ്ടാവും. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ഡെലിവറി കഴിയുന്ന സമയത്തേ നിങ്ങൾ പിടിച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് വെച്ചേ നമ്മൾ പിടിക്കണം. അല്ലെങ്കിൽ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ഒരു 6 മാസം കഴിയട്ടെ എന്നിട്ട് അങ്ങനെ പറ്റില്ല. നമ്മൾ ആ ഒരു സമയം തൊട്ടേ. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ മമ്മിയൊക്കെ പറയാറുണ്ട്, മമ്മിയുടെയൊക്കെ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാം. അതായത് ഒരു പ്ലേറ്റ് മുഴുവൻ ചോറുണ്ണണം, അങ്ങനെയൊക്കെ എന്തോ റെസ്ട്രിക്ഷൻസ്, അങ്ങനെയൊന്നുമല്ല. നിങ്ങളടുത്ത് പലരും പലതും പറയും. നോ എന്ന് നിങ്ങൾ പറയാനായിട്ട് ആദ്യം പഠിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ അതായത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എന്തൊക്കെ പ്രോട്ടീൻസ് കഴിച്ചു അത് തന്നെ നിങ്ങൾ പ്രസവശേഷവും നിങ്ങൾക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം എൻ്റെ ഡോക്ടർ പറഞ്ഞതായിരിക്കില്ല നിങ്ങളെ ഡോക്ടർ പറയുന്നത്. നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് നിങ്ങൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന്. മിനിമം ഒരു 2 മുട്ടയെങ്കിലും നിങ്ങളൊരു ദിവസം കഴിക്കണം. പിന്നെ 2 ഗ്ലാസ് പാല് കുടിക്കണം. അതുപോലെ തന്നെ നട്ട്സ്, ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചാലും മതി. മനസ്സിലായില്ലേ? ഓവറായിട്ട് ചോറുണ്ണത്, കുറേ ഭക്ഷണം കഴിക്കുന്നതിലല്ല കാര്യം. മനസ്സിലായില്ലേ? ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിലാണ് കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ടതിന് ശേഷം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണത്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡിയും വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഡയറ്റീഷ്യൻ, നല്ല ഡയറ്റീഷ്യനെ കാണിക്കണം. ഏതെങ്കിലും ഡയറ്റീഷ്യൻ അല്ല, നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട്. ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരുള്ള സമയത്ത് ഞാനൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ദിവ്യ എന്നാണ് പേര്. സരോജ നഴ്സിംഗ് ഹോമിലാണ് തൃശ്ശൂർ. ഇപ്പം ഡോക്ടർ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ ആ ഡോക്ടറാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ സൂപ്പറാണ് കേട്ടോ. കാരണം ആ ഒരു സമയത്ത് എൻ്റെ വിചാരം ഒന്നും കഴിക്കാൻ പാടില്ല, ഭക്ഷണം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്ന് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷെ അങ്ങനെയല്ല, നമുക്കെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാം. പക്ഷെ അതെങ്ങനെ? ചോറാണ് മെയിൻ വില്ലൻ. ചോറ് നമ്മൾ കഴിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കറികൾ ഒരുപാട് കഴിക്കുക, പച്ചക്കറികൾ ഒരുപാട് കഴിക്കുക, ഇലക്കറികൾ ഒരുപാട് കഴിക്കുക. ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് നന്നായിട്ട് ഉണ്ടാവാനാണെങ്കിൽ ചെറുപയർ, ഓട്സ്, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട്, ഒക്കെ പെൻഡിങ്ങിലാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. കുഞ്ഞ് ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ തന്നെ നമ്മൾ കളിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതെ അവിടെ നിലവിളിച്ച് തുടങ്ങി. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമോ എന്നറിയില്ല. ടാറ്റ.